ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കായ്പോളയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല പഴുപ്പേറിയ പഴമൊക്കെ വീട്ടിൽ ഇരിക്കേണ്ടതുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഐറ്റം എന്തായാലും ഉണ്ടാക്കി വെക്കുക. സംഭവം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ അത് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പഴം നീളത്തിൽ അരിഞ്ഞിട്ടാണ് നമ്മൾ ഒന്ന് വാട്ടിയെടുക്കുന്നത്. മുറിച്ച് വെച്ചതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ പോള ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് സമയം കുക്ക് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇത് വല്ലാണ്ട് ഫ്രൈ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതാ ഒരു സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി എല്ലാം അതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനായിട്ട് ഏകദേശം 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ സെയിം പാനിൽ തന്നെ ഒരു 2 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അങ്ങനെ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങ ഒക്കെ ഒന്ന് നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതിൽ നെയ്യിലൊക്കെ നല്ലൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലായപ്പോഴാണ് ഞാനിതാ ഓഫാക്കിയിട്ടെടുത്തത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വേറൊരു മിക്സ് റെഡിയാക്കി എടുക്കാണ്ട്, മുട്ടയുടെ മിക്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഞാനിതവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം പാലുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. മറ്റേ പാലാവുമ്പോൾ ലൂസായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽപ്പൊടി ആകുമ്പോൾ കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കണം. അപ്പോൾ മാക്സിമം നമ്മൾ കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. ആ മിക്സ് റെഡിയാക്കിയത് മാറ്റി വെക്കാം. നമ്മളിനി ഈ പോള ഉണ്ടാക്കുന്ന ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഇതിൽ ഓയിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴം ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അടിഭാഗം ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാം നല്ല അടുക്കിയായിട്ട് നമ്മൾ ഫുള്ള് വാട്ടി വെച്ചതും ചേർത്ത് കൊടുക്കണം. ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സും മുട്ടയുടെ മിക്സും മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഫില്ലിങ്സ് അതേപോലെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുഴുവൻ ഫില്ലിങ്സും ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ചേർത്ത് വെച്ച ശേഷം നമ്മൾ ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ ഈ വാട്ടിയത് ഇതേപോലെ മുകൾ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഫുള്ള് വെച്ച് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനും അതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിൻ്റെ ബാക്കി ഇതിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ കിസ്മിസും കാഷ്യൂം ഫ്രൈ ചെയ്യുന്ന ടൈമിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി മാത്രമാണ് മുകളിൽ 2-3 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലുള്ള പഴവും ഫില്ലിങ്സും എല്ലാം കുക്കായതായതുകൊണ്ട് മുട്ട ആവുന്നത് വരെ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ട് ഉൾഭാഗം വെന്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് വേറൊരു പാത്രത്തിൽ നെയ്യ് പുരട്ടിയിട്ട് തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.